+1 സയൻസ് ബയോ സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ടാലന്റിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ആദ്യമായി സയൻസ് വിഷയത്തിൽ 6 വിഷയങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് അറിയാം. ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് പേപ്പർ 1 and 2, പാർട്ട് 3 4 വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഇതിൽ നമ്മൾ ഇന്ന് ബയോളജിയെ കുറിച്ചാണ് പറയുന്നത്. ബയോളജി മലയാളത്തിൽ പറഞ്ഞാൽ മലയാളം മീഡിയം പറഞ്ഞാൽ ജീവശാസ്ത്രം. ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. അത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം, നമ്മുടെ ബുക്ക് സ്റ്റാളിൽ കാണും. സ്കൂളിൽ നല്ല വാങ്ങാനുള്ളത് NCERT ബുക്ക്. സ്കൂളിൽ ലേറ്റർ ആയതുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്ക് ബുക്ക് സ്റ്റാളിൽ കിട്ടും. NCERT ബുക്ക് വാങ്ങുക. ഒന്നാമത് NCERT ടെക്സ്റ്റ് ബുക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇത് 4 NCERT വാങ്ങുക. 2, നമുക്ക് അറിയേണ്ട കാര്യം, ബയോളജി അഥവാ ജീവശാസ്ത്രം +1 എത്ര മാർക്കിനാണുള്ളത്? ടോട്ടൽ സ്കോർ 60. എത്ര സ്കോറാണ്? ടോട്ടൽ സ്കോർ 60 മാർക്ക്. 60. ഈ ബയോളജിയിൽ നമ്മൾ അവയെ തന്നെ 2 ടെക്സ്റ്റ് ഡിവൈഡ് ചെയ്യും. ഒന്ന് ബോട്ടണി ആൻഡ് സുവോളജി. ഇതിൽ ബോട്ടണി എന്ന് പറയുന്നത് 30 മാർക്കിനും, സുവോളജി എന്ന് പറയുന്നത് എത്ര മാർക്കിനുമായിരിക്കും? 30 മാർക്കിനുമായിരിക്കും. സ്കോർ 30 + 30 = 60 സ്കോർ. ഇത് 1 hour എക്സാം, 1 മണിക്കൂർ 10 മിനിറ്റ്, 10 മിനിറ്റ് എക്സാം, 1 hour 10 മിനിറ്റ് ആയിരിക്കും ഇതും എക്സാം. ഒരു ദിവസമായിരിക്കും നടക്കുന്ന. ഓരോ 1.25 മണിക്കൂർ ഇടവിട്ട് എക്സാം നടക്കും. ബോട്ടണി, സുവോളജി രണ്ടും കൂടെ എത്ര സ്കോറാണ്? 60. ഫസ്റ്റ് ഇയറിന് ലാബില്ല, എന്നാൽ ലാബിന്റെ വർക്കുകൾ ചെയ്യേണ്ടി വരും. മനസ്സിലാകുന്നില്ല? ലാബ് പരീക്ഷയൊക്കെ നടത്തില്ല, പക്ഷേ റെക്കോർഡും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ ബയോളജിയെ കുറിച്ച് ഒരു ആധികാരികമായി പറഞ്ഞാൽ, ബയോളജി അഥവാ ജീവശാസ്ത്രം എന്ന വിഷയം +1 മൊത്തം 60 സ്കോറിനാണ്. നമ്മൾ ബയോളജിയിൽ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടണി പാർട്ടും സുവോളജി പാർട്ടും. ബോട്ടണി 30 സ്കോറിനും സുവോളജി 30 സ്കോറിനുമാണ്. എക്സാം 30 മാർക്കിന് 1 മണിക്കൂറും 10 മിനിറ്റ് കോൾ ഓഫ് ടൈമും. അത് സുവോളജി 1 മണിക്കൂർ 10 മിനിറ്റ് കോൾ ഓഫ് ടൈം. ഒരേ സമയത്ത് ഓരോ ഇടവിട്ട ആദ്യം ബോട്ടണി നടക്കും, പിന്നെ സുവോളജി എക്സാം നടക്കുകയാണ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡൗട്ടില്ലല്ലോ ഈ പരീക്ഷയെ കുറിച്ച്? ഇനി 2 ടെക്സ്റ്റ് നിങ്ങൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞത് അതാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണം. NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. ഇനി നമ്മൾ ബയോളജിയെ കുറിച്ച് പറഞ്ഞാൽ, ബയോളജി എന്ന് പറഞ്ഞാൽ മലയാളം എന്താണ്? ജീവശാസ്ത്രം. മലയാളം മീഡിയക്കാര് ജീവശാസ്ത്രം എന്ന് പറയുന്നു. നമ്മുടെ ആദ്യത്തെ ബയോളജിയുടെ ഫസ്റ്റ് ക്ലാസ് ആണിത്. ബയോളജിയുടെ ഏത് ക്ലാസ് ആണ്? ഫസ്റ്റ് ക്ലാസ് ആണ്. ബയോളജിയുടെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ പറയുന്നത്. ജീവശാസ്ത്രം എന്ന് പറയുന്ന ആദ്യത്തെ ക്ലാസ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോളുക. ഇപ്പൊ ജീവശാസ്ത്രം എന്താണ്? വാട്ട് ഈസ് ബയോളജി എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. ജീവജാലങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിവിംഗ് ഓർഗാനിസം. ഓർ ലൈഫിനെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് ബയോളജി. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് പഠിക്കുന്നതിന് എന്ത് പറയുന്നു? അതാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നൊക്കെ പറയുന്നത്. ജീവനില്ലാത്തവരെ കുറിച്ചുള്ള പഠനങ്ങളെല്ലാം അതിനകത്ത് വരുന്നു. ജീവനുള്ളവരെ കുറിച്ചുള്ള ഒരേ ശാഖയാണ് ജീവശാസ്ത്രം അഥവാ ബയോളജി. ബയോളജി എന്ന ടേം ഡെറൈവ് ചെയ്തിരിക്കുന്ന 2 പദങ്ങളാണ് ബയോസ് ആൻഡ് ലോഗോസ്. അല്ലെ, ബയോസ് ആൻഡ് ലോഗോസ് എന്നീ 2 പദങ്ങളിൽ നിന്നാണ് ബയോളജി ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ബയോസ് മീൻസ് ലൈഫ് ഓർ ലിവിംഗ്, ലോഗോസ് മീൻസ് സ്റ്റഡി. അപ്പോൾ ബയോളജി മീൻസ് സ്റ്റഡി ഓഫ് ലിവിംഗ് ഓർഗാനിസം എന്നറിയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് ലിവിംഗ് ഓർഗാനിസം, ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജീവശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ ബയോളജിയിൽ നമ്മൾ ജീവജാലങ്ങളെ പൊതുവായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എന്നല്ലേ. അതുകൊണ്ട് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്നവരും ബോട്ടണി. ബോട്ടോണി എന്ന് എഴുതുന്നത് തെറ്റാണ്. ബോട്ടണി എന്ന് എഴുതുന്നത്. ബോട്ടണി മീൻസ് സസ്യശാസ്ത്രം എന്നറിയപ്പെടുന്നു. സസ്യശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. 2 സുവോളജി. സു മീൻസ് അനിമൽസ്, ലോഗോസ് മീൻസ് സ്റ്റഡി. ജന്തുശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇങ്ങനെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബയോളജി നമ്മൾ പ്രധാനമായി എത്ര ഹെഡിങ്സിലാണ് പഠിക്കുന്നത്? 2 ഹെഡിങ്സിൽ. ഏതൊക്കെയാണ്? ബോട്ടണി ആൻഡ് സുവോളജി. എന്നാ പറഞ്ഞാൽ ബയോളജിക്ക് ഈ 2 ശാസ്ത്രശാഖയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്? അല്ല. നമുക്കറിയാം മോർഫോളജി, ടാക്സോണമി, അല്ലെ? മോർഫോളജി, ടാക്സോണമി, അനാട്ടമി, ജനറ്റിക്സ്, എവല്യൂഷൻ, അല്ലെ? ധാരാളം ശാസ്ത്ര ബ്രാഞ്ച്, ബയോകെമിസ്ട്രി, അങ്ങനെ ബയോടെക്നോളജി, ഇങ്ങനെ ജീവശാസ്ത്ര ശാഖകൾ അനേകമുണ്ട്. പക്ഷെ പൊതുവായിട്ട് നമ്മൾ 2 ഡിവൈഡ് ചെയ്യുന്നു. ബോട്ടണി ആൻഡ് സുവോളജി. ഏതൊക്കെയാണ്? ബോട്ടണി ആൻഡ് സുവോളജി. ബോട്ടണി ഈസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് and botany is the study of plants and zoology is the study of animals. ഇനി നമ്മൾ ജീവശാസ്ത്രത്തിന്റെ ഫാദർ ആരാണ്? ഹു ഈസ് കൺസിഡർഡ് ആസ് ദി ഫാദർ ഓഫ് സുവോളജി ആൻഡ് ബയോളജി
ആരാണ്? അരിസ്റ്റോട്ടിൽ. ആരാണ് മനസ്സിലാണ്? അരിസ്റ്റോട്ടിൽ. അല്ലെ, അരിസ്റ്റോട്ടിൽ is considered as the father of biology and zoology. ആരൊക്കെ അച്ഛനാണ്? ജീവശാസ്ത്രത്തിന്റെയും ജന്തുശാസ്ത്രത്തിന്റെയും പിതാവാണ് ആരെന്ന് പറയുന്നത്? അരിസ്റ്റോട്ടിൽ. who is considered as the father of botany? ബോട്ടണി ആരാണ്? തിയോഫ്രാസ്റ്റസ്. ആരാണ് കൺസിഡർ? തിയോഫ്രാസ്റ്റസ്, അരിസ്റ്റോട്ടിലിന്റെ ഒരു ശിഷ്യൻ. 300 BC-യിലാണ് അരിസ്റ്റോട്ടിൽ ജീവിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന തിയോഫ്രാസ്റ്റസ് ആണ് ഫാദർ ഓഫ് ബോട്ടണി ആയിട്ട് കരുതുന്നത്. ആരാണ് കൺസിഡർ? ഫാദർ ഓഫ് ബോട്ടണി. അല്ലെ, അപ്പൊ നമ്മൾ ആദ്യം ജീവശാസ്ത്രത്തെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. സ്റ്റഡി ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് കാൾഡ് ബയോളജി. അല്ലെ, ജീവശാസ്ത്രത്തെ നമ്മൾ രണ്ട് ഡിവൈഡ്, ബോട്ടണി ആൻഡ് സുവോളജി. ബോട്ടണി is the study of plants and zoology is the study of animals. Father of botany is called Theophrastus. സുവോളജിയുടെ പിതാവും അല്ലെങ്കിൽ ബയോളജിയുടെ ഫാദറും ഒന്ന് തന്നെയാണ് ആർക്കാട്? അരിസ്റ്റോട്ടിൽ. അല്ലെ, നമുക്ക് അറിയാൻ എപ്പോഴും വീണ്ടും ഒരിക്കലും പറയുന്നു, ഫസ്റ്റ് ഇയറിൽ 30 മാർക്ക് ബോട്ടണിക്കും 30 മാർക്ക് സുവോളജിക്കാണ്. 54 മിനിമം അല്ലെ 52 മാർക്ക് മിനിമം വേണം ഫുൾ എ പ്ലസിന് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക. 52 മാർക്ക് ഫുൾ എ പ്ലസിന്. 60-ന് 52 ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് ഫുൾ എ പ്ലസ് കിട്ടൂ. വളരെ ഈസിയാണ്. വളരെ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഇയറിലാണ് ബയോളജിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. വളരെ ഈസിയാണ്. അല്ലേ, നെക്സ്റ്റ് നമ്മൾ പാഠഭാഗത്തേക്ക് കടക്കുകയാണ്. നമുക്ക് ഈ പാഠഭാഗത്തേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ 1 ഒന്നാം പുസ്തകം മറിക്കുക. ചാപ്റ്റർ 1 യൂണിറ്റ് കാണാം. ഈ യൂണിറ്റ് വേണമല്ല, ഈ ചാപ്റ്റർ 1 എടുക്കുക. ചാപ്റ്റർ 1 ചാപ്റ്ററിന്റെ പേരെന്താണ്? ചാപ്റ്ററിന്റെ പുസ്തകത്തിന്റെ യഥാർത്ഥ പേര് ദ ലിവിംഗ് വേൾഡ്. ചാപ്റ്ററിന്റെ പേരെന്താണ്? ദ ലിവിംഗ് വേൾഡ്. ദ ലിവിംഗ് വേൾഡ്, ഇതാണ് ചാപ്റ്ററിന്റെ പേര്, ദ ലിവിംഗ് വേൾഡ്. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ഏതെന്ന് വെച്ചാൽ ഏതിന് അർദ്ധരാത്രി വിളിച്ചു ചോദിക്കാൻ പറഞ്ഞതാണ്. എന്താണ്? ദ ലിവിംഗ് വേൾഡ്. മലയാളം എന്താണ്? ജീവിയ ലോകം എന്ന് മലയാളം എന്നറിയപ്പെടുന്നു. ജീവിയ ലോകം, അല്ലെങ്കിൽ ജൈവ ലോകം എന്ന് മലയാളം. ചാപ്റ്റർ 1 ഇത് നിങ്ങൾ ഈ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ബോട്ടണി ആണോ സുവോളജി ആണോ എന്ന് ചോദിച്ചാൽ ദിസ് ചാപ്റ്റർ ഈസ് കമ്മിങ് അണ്ടർ സുവോളജി. അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയ കേരള സർക്കാർ സുവോളജി വിഭാഗത്തിലാണ് ദ ലിവിംഗ് വേൾഡ് എന്നുള്ള ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കുഞ്ഞു ചാപ്റ്റർ ആണെന്നുള്ള കാര്യം ഓർത്തോളുക. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്താണ്? ദ ലിവിംഗ് വേൾഡ്, ജീവിയ ലോകം. അല്ലെ, നമ്മൾ ഇതിനകത്ത് ആദ്യം നമ്മൾ പറയുന്ന വാട്ട് ഈസ് ലൈഫ് എന്ന് പറയും. എന്താണ് ജീവൻ? ലൈഫ്, ജീവൻ. അല്ലെ, ജീവനുള്ളവയിൽ നിന്നും ജീവനില്ലാത്തവയുടെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ലൈഫ്? അല്ലെ, ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലൈഫ് ഓർ ലിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ലൈഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, അല്ലെ, ഒരു ഡെഫിനിഷൻ എഴുതിക്കൊള്ളുക. ലൈഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, ഒരു ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് ചോദിക്കൂല. ലൈഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് യുണീക്, ഒരു ഡെഫിനിഷൻ, യുണീക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ, എക്സാമിന് ചോദിക്കത്തില്ല, നല്ല എഴുതിക്കൊള്ള. ഓർഗനൈസേഷൻ നമ്മൾ ചോദിച്ചാൽ പറയണ്ടേ? ഓഫ് മോളിക്യൂൾസ് exposing itself through chemical reactions, which leads to growth, development, adaptations, reproduction and responsiveness. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഇപ്പൊ ലൈഫ് അഥവാ ജീവി, അല്ലെ, ഒരു ജീവിയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? ലൈഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു ജീവിതം അല്ലെങ്കിൽ ജീവിയെ കുറിച്ച് പറഞ്ഞാൽ ഇറ്റ് ഡിഫൈൻഡ് ആസ് യുണീക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ്, അല്ലെ, അതെന്ന് പറയുന്ന സങ്കീർണ ഘടനയുള്ള തന്മാത്രകളാൽ അടങ്ങിയ
ഒരു കോംപ്ലക്സ് സങ്കീർണ ഘടന, തന്മാത്രകളാൽ അടങ്ങിയ ഒരു കോംപ്ലക്സ് സങ്കീർണ ഘടനയാണ്. എക്സ്പോസിംഗ് ഇറ്റ്സെൽഫ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ, അത് പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങളോട് എക്സ്പോസ് ചെയ്യുന്നു. വിച്ച് ലീഡ്സ് ടു, അത് എന്തിലേക്ക് നയിക്കുന്നു? ഗ്രോത്ത്, ഡെവലപ്മെന്റ്, അഡാപ്റ്റേഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് റെസ്പോൺസിവ്നെസ്. ഇതിലേക്ക് നയിച്ചാൽ ഇതിന്റെ ഇതാണ് ലൈഫിന്റെ ഡെഫിനിഷൻ. അപ്പൊ വാട്ട് ഈസ് ലൈഫ്? Life can be defined as unique, complex organization of molecules exposing itself to chemical reaction, which leads to growth, development, adaptation, reproduction, and responsiveness. അല്ലെ, ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെ വിളിക്കുന്ന ലൈഫ്. വാട്ട് ഇസ് ലൈഫ്? ലൈഫ് എന്നങ്ങനെ എന്താണ്? ലൈഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് യുണീക്, കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് exposing itself through chemical reactions, which leads to growth, development, adaptation, reproduction and responsiveness. മനസ്സിലായോ? ഇനി അപ്പൊ ഇതാണ് പൊതുവെ ഡെഫിനിഷൻ ബുക്കിൽ പറയുന്നത്. ഇതൊന്നും കേട്ട് ഞെട്ടണ്ട, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. മനസ്സിലാവുന്നല്ലോ? ഇനി നമുക്ക് അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും അറിയാലോ, ഇത്രയും ഉണ്ടല്ലോ. നമ്മളെ വൈകുന്നേരം നമ്മൾ യൂട്യൂബിനകത്ത് ഇത് ഇടും, നിങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമ്മൾ ഇത് ലൈഫ് എന്താണെന്ന് പഠിച്ചു. ജീവിയുടെ പ്രത്യേകത, ഇതാണ് ജീവിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറയുന്നത് അല്ലെ. നമ്മൾ ആദ്യം എന്താണ്, വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ്, വാട്ട് ആർ ദി മെയിൻ യൂണിക് ഐഡന്റിഫൈയിങ് ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്? ജീവന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്? ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്. ഞാൻ നിങ്ങളെ ചോദിക്കുന്നു, എനിക്ക് ജീവനുണ്ടോ? ഉണ്ട്. പട്ടി പൂച്ച ജീവനുണ്ടോ? ഉണ്ട്. തത്ത പൂച്ച ജീവനുണ്ടോ? ഉണ്ട്. ഈ ചോക്കിന് ജീവനുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. ഈ ഇതിന് ജീവനുണ്ടോ? ബോർഡിന് ജീവനില്ല. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായതും ജീവനുണ്ടോ ജീവനില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഹൗ ടു ഐഡന്റിഫൈ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഒരു ജീവിയെ, ജീവനില്ലാത്തവരിൽ നിന്ന് ഒരു ജീവിയെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്? പ്രധാനമായും നമുക്ക് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ഗ്രോത്ത്. ചോദിക്കാൻ പറ്റും. വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് വൺ? ഗ്രോത്ത്, വളർച്ച. രണ്ട്, ജീവനുള്ള പണി. രണ്ട്, റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ, മലയാളം പ്രത്യുൽപാദനം. റീപ്രൊഡക്ഷൻ. മൂന്ന്, റീപ്രൊഡക്ഷൻ. മെറ്റബോളിസം. മെറ്റബോളിസം, ഉപാപചയ പ്രവർത്തനങ്ങൾ. നാല്, അല്ലെ, സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദി ബോഡി. സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഓഫ് ദി ബോഡി, നമ്മൾ കണ്ടന്റിലേക്ക് കിടക്കണം. ഓഫ് ദി ബോഡി. അഞ്ച്, കോൺഷ്യസ്നസ്, സെൽഫ് കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ്. These are the main identifying characters of life. ജീവന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ആണ് ഈ പ്രധാനപ്പെട്ട അഞ്ചെണ്ണം. ഇനിയുണ്ട്, നമ്മൾ പ്രധാനമായ പുസ്തകത്തിൽ അഞ്ചെണ്ണം പറയുന്നു. വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്? ലൈഫിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ലൈഫിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? എങ്ങനെയാണ് ജീവനുള്ളവയിൽ നിന്നും ജീവനില്ലാത്തവ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇതിൽ ഒന്നാമത് നമ്മൾ പറയുന്നത് ഗ്രോത്ത്. ഗ്രോത്ത് മീൻസ് വളർച്ച. എല്ലാ ജീവികളും വളരുന്നു, ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു ചോക്കോ വളരാറില്ല. രണ്ട്, റീപ്രൊഡക്ഷൻ. ഓരോ ജീവിയും അതിന്റെ ആയിട്ടുള്ള യങ് വൺസിനെ ഉണ്ടാക്കും. ഈ ചോക്ക് അതിന്റെ പുതിയ ചോക്ക് ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് ഈ ബോർഡ് അതിന്റെ പോലെ ഒരു ബോർഡ് ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് റീപ്രൊഡക്ഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ പ്രത്യുൽപാദനം. ഒരു ജീവി അതിന്റെ പോലുള്ള ജീവി വർഗത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് പ്രത്യുൽപാദനം. ഇത് ആരെ ഐഡന്റിഫൈയിങ് ക്യാരക്ടേഴ്സ് ആണ്? ലൈഫിന്റെ ഐഡന്റിഫൈയിങ് ക്യാരക്ടേഴ്സ് ആണ്. അടുത്ത മെറ്റബോളിസം. അതാണ് മെറ്റബോളിസം മീൻസ് ഉപാപചയ പ്രവർത്തനങ്ങൾ. നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്ന, റെസ്പിറേഷൻ, ഡൈജഷൻ, അല്ലെ, അങ്ങനെ പലതരത്തിലുള്ള, അതെല്ലാം ആ ജീവനുള്ളവരുടെ പ്രത്യേകത. ഇതിനകത്ത് ചോക്കിനകത്ത് കാണൂല. നെക്സ്റ്റ്, സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി. കോശ നിർമ്മിത ശരീരം എന്ന് മലയാളം മീഡിയംകാർ പറയും. ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്. അല്ലെ, ഇത് ആരെ പ്രത്യേകതയാണ്? നമ്മുടെ എല്ലാം ശരീര നിർമ്മിതമായിരിക്കുന്ന ഏത് ചേർന്നാണ്? സെല്ലുകൾ ചേർന്നാണ്. ഏത് ചേർന്നാണ്? സെൽ. സെല്ല് ഇല്ലാത്ത ഒരേ ഒരു ജീവിയാണെന്ന് വെച്ചാൽ, എക്സാമ്പിൾ, ഇതിന് അപവാദമായ ഒരാൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, വൈറസ്. നമ്മുടെ ഈ COVID-19 വരുത്തുന്ന ആളും അതിന്റെ ബോഡിക്ക് അതില്ല, സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ല. സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ലാത്ത ജീവിയാണ് വൈറസ്. ബാക്കിയുള്ള എല്ലാ ജീവിക്കും സെല്ലുകളുടെ നിർമ്മിതമായിട്ടുള്ള ശരീരം ഉണ്ടായിരിക്കും. അഞ്ച്, കോൺഷ്യസ്നസ്. എന്താണ് കോൺഷ്യസ്നസ്? ചുറ്റുപാടുകളോട് പ്രതികരിക്കാനുള്ള ശേഷി, പ്രതികരണ ശേഷി. ഇതാരുടെ പ്രത്യേകതയാണ്? ജീവിയുടെ പ്രത്യേകതയാണ്. അപ്പോ
നമ്മൾ പഠിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ലൈഫ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ഐഡന്റിഫൈങ്, വാട്ട് ആർ ദ യുണീക് ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്, ഓർ വാട്ട് ആർ ദ ഡിഫറൻസ് ഓഫ് ലൈഫ് ഓർ ലിവിംഗ് ഓർഗാനിസം ഫ്രം നോൺ ലിവിംഗ്, ജീവനില്ലാത്തവയിൽ നിന്നും ജീവനുള്ളവയുടെ പ്രത്യേകതകളേവ എന്ന് ചോദിച്ചാൽ പ്രധാനമായി 5 പോയിന്റ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ പോയിന്റ്സ് എന്ന് പറയുന്ന ഗ്രോത്ത്, 2 റീപ്രൊഡക്ഷൻ, 3 മെറ്റബോളിസം, 4 സെല്ലുലാർ ഓർഗനൈസേഷൻ, 5 കോൺഷ്യസ്നസ്. വാട്ട് ആർ ദി ഐഡന്റിഫൈങ് ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്? ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർത്ത് ഏതൊക്കെയാണ്, കാണാതെ പഠിക്കുക. ഒന്ന് ഏതൊക്കെയാണ്? 1 ഗ്രോത്ത്, എല്ലാ ജീവജാലങ്ങളും വളരുന്നു. 2 റീപ്രൊഡക്ഷൻ, എല്ലാ ജീവികളും പ്രത്യുൽപാദനം കാണിക്കുന്നു. 3 മെറ്റബോളിസം, എല്ലാ ജീവികളും പലതരത്തിലുള്ള ബോഡി ആക്ടിവിറ്റി, സെല്ലുലാർ പലതരത്തിലുള്ള മെറ്റബോളിസം, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, സെക്രീഷൻ ഇവ കാണിക്കുന്നു. അടുത്ത 4 സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി, എല്ലാ ജീവിയുടെയും ശരീരം കോശനിർമ്മിതമാണ്. കോശനിർമ്മിതമായിട്ടുള്ള ഒരേ ഒരു ജീവിയുടെ പേരെന്ത്? ഓർഗാനിസം വിത്തൗട്ട് സെല്ലുലാർ ഓർഗനൈസേഷൻ. ആൻസർ വൈറസ്. ഏതാണ്? വൈറസ്. ഇതിനൊരു അപവാദിയാണ് ജീവനുണ്ടെങ്കിലും. അടുത്ത കോൺഷ്യസ്നസ്, അതായത് ഏതൊരു ജീവി അതിന് ചുറ്റുപാടിനോടുകൂടി എൻവയോൺമെന്റ് റെസ്പോണ്ട് ചെയ്യുന്നു, ചൂട് തണുപ്പ് എന്നിവയോട് പ്രതികരിക്കുന്നു അല്ലേ. സെൽഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ആരുടെ പ്രത്യേകതയാണ്? വാട്ട് ആർ ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ പഠിച്ചു വാട്ട് ഈസ് ലൈഫ്, വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലേ. ജസ്റ്റ് ഒന്ന് മെമ്മറി ചെയ്യും. ലൈഫ് പ്രത്യേക വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ് എന്നിട്ട് ഏതൊക്കെയാണ്? ഗ്രോത്ത്, വായിക്കട്ടെ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നസ്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ലൈഫ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. എഴുതിയെടുത്തോളൂ. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി, സെൽഫ് കോൺഷ്യസ്നസ്. ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. എൻട്രൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ബയോളജിയാണ്. എൻട്രൻസ് എഴുതുന്ന നിങ്ങളെല്ലാവരും എൻട്രൻസ് എഴുതുന്നുണ്ടെന്ന് എനിക്കറിയാം. MBBS BDS എഴുതുന്നതിന് വേണ്ടി നീറ്റ് എന്ന് പറഞ്ഞ എക്സാം ആണ് ആൾ ഇന്ത്യയിലൂടെ നടത്തുന്നത്. അതിനകത്ത് 180 ക്വസ്റ്റ്യൻ ആണുള്ളത്. ആ 180 ക്വസ്റ്റ്യനിൽ 45 മാർക്ക് ഫിസിക്സ്, 45 ക്വസ്റ്റ്യൻ ഫിസിക്സും, 45 കെമിസ്ട്രിയും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ചേർത്താണ്. ആൻഡ് ബയോളജി ഈസ് അബൌട്ട് 90 ക്വസ്റ്റ്യൻ, 90 ക്വസ്റ്റ്യൻ ബയോളജിയാണ്. ഓർത്തോണം, ബയോളജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏത് കിട്ടത്തുള്ളൂ, എൻട്രൻസിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തോളുക. സാർ ബയോളജിക്ക് അമിത പ്രാധാന്യം കൽപ്പിക്കണം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഒരു അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ 2 ക്വസ്റ്റ്യൻ പഠിച്ചു. വാട്ട് ഈസ് ലൈഫ് പഠിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ പേര് എന്താണ്? വാട്ട് ആർ ദി ഐഡന്റിഫൈങ് ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്, ജീവന്റെ ലക്ഷണങ്ങൾ ഏവ. വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്താണ്? ലിവിംഗ് വേൾഡ്. ഏതിലാണ് വരണത്? ഓർത്തോളം, ഏതാണ്? സുവോളജി. ഏതിലാണ് വന്നത്? സുവോളജി ചാപ്റ്റർ ആണ്. ഇനി നമ്മൾ ഇതിനകത്ത് അടുത്ത പഠിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി. അതാണ് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത അല്ലെ. അത് പുസ്തകത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പുസ്തകം തുറക്കുമ്പോൾ ആദ്യം കാണുന്ന യൂണിറ്റ്. പുസ്തകം നിങ്ങൾ വാങ്ങുക. യൂണിറ്റ് 1 ഡൈവേഴ്സ് ലിവിംഗ് വേൾഡ്. ഇത് മറിക്കുമ്പോൾ ഇവിടെ ആരുണ്ട്? നമ്മൾ ഏണസ്റ്റ് മേയറുണ്ട്. അവരൊന്നും വേണ്ട, ജസ്റ്റ് വായിക്കാൻ വേണ്ടി. ചാപ്റ്റർ 1 ലിവിംഗ് വേൾഡ്. എന്താണ് ലൈഫ്? വാട്ട് ഈസ് അതിനകത്തോണ്ട് നമ്മൾ നോക്കുന്നതാണ് ഡെഫിനിഷൻ ഓഫ് ലൈഫ്. വാട്ട് ആർ ലിവിംഗ് ക്യാരക്ടേഴ്സ്? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഓരോ ബ്ലാക്ക് പോയിന്റ് ഉണ്ട്. റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ താഴെ അല്ലെ. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിംഗ് വേൾഡ് എന്നുള്ളതിൽ നമ്മൾ ആദ്യം പഠിക്കുകയാണ് വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി. ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ മൊത്തം വായിച്ച് പഠിക്കണമെങ്കിൽ അത് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയാൽ ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി means അല്ലെ. ബയോഡൈവേഴ്സിറ്റി, വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെ? ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി is defined as the total number of the living organism present on the earth. എന്താണ് biodiversity means? Biodiversity is defined as the number and types of living organism present on the earth. What is biodiversity എന്ന ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. What is biodiversity? Biodiversity is defined as the number, മലയാളത്തിൽ പറഞ്ഞ എണ്ണം, and types, മലയാളത്തിൽ പറഞ്ഞ തരം,
types of living organism, ജീവനുള്ള living organisms present on the earth. Organisms present on the earth is called biodiversity. Present on the earth. ഭൂമിയിൽ കാണാൻ കഴിയുന്ന എല്ലാ ജീവജാലങ്ങളുടെയും എണ്ണത്തിനെയും തരത്തിനെയും നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? Biodiversity is defined as the number and types of living organisms present on the earth. What is biodiversity? What is biodiversity? Biodiversity is defined as the number and types of living organisms present on the earth is called biodiversity. അല്ലെ, ബയോഡൈവേഴ്സിറ്റി. ഇനി നമ്മൾ ബയോഡൈവേഴ്സിറ്റി നമ്മുടെ ഭൂമിയിൽ എത്ര ജീവികളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? 1000 എണ്ണം, 10000 എണ്ണം, 20000 എണ്ണം, 30000 എണ്ണം എത്രയായിരിക്കും? നമ്മുടെ ഭൂമിയിലുള്ള മൊത്തം ജീവജാലങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ആർക്ക് പറയാം? 1.7 to 1.8 millions. ഇത് ഇപ്പോഴത്തെ കണക്ക്, ഇന്നുവരെയുള്ള കണക്ക്. അതിന്റെ ഈ പുസ്തകം അടിച്ചുള്ള കണക്കാണ്. ചിലപ്പോൾ ഇപ്പൊ മാറിയിട്ടുണ്ട്. 1.7 മുതൽ 1.8 മില്യൺ ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. 1.7 to 1.8 millions of plants and animals present on our earth, our planet. നമ്മുടെ പ്ലാനറ്റ് ഏതാണ്? വേണോണോ? അല്ല, എർത്ത് പ്ലാനറ്റിനകത്ത് മൊത്തം ജീവജാലങ്ങളുടെ എണ്ണമാണ് എന്ന് പറയുന്നത്. എണ്ണം എത്രയാണ്? 1.7 to 1.8 millions. അപ്പൊ നമ്മൾ പഠിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ പേരെന്താണ്? വാട്ട് ഈസ് ലൈഫ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചെന്താണ്? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലൈഫ്. 5 പോയിന്റ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വന്നു. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി. മലയാളം ആർക്ക് പറയാം? ജൈവ വൈവിധ്യം. ജൈവ വൈവിധ്യം. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് തരാണ്. ഈ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്നെ SMS വഴി അറിയിക്കണം. ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ ബയോഡൈവേഴ്സിറ്റി, ഹു കോയിൻ ദ ടേം ബയോഡൈവേഴ്സിറ്റി അറ്റ് ഫസ്റ്റ്, അത് നിങ്ങൾ നെറ്റിൽ നിന്ന് കണ്ടെത്തുക. അത് പറയല്ല, നിങ്ങൾക്ക് അത് കണ്ടെത്താൻ വേണ്ടി സമയം തന്നേക്കും. ബയോഡൈവേഴ്സിറ്റി എന്നാൽ എന്ത് എന്നുള്ള പുസ്തകത്തിൽ ഡെഫിനിഷൻ ഇതാണ്. ബയോഡൈവേഴ്സിറ്റി is defined as the number and types of living organisms present on the earth. The total number of living organisms present on the earth എത്രയാണ്? 1.7 to 1.8 millions. 1.7 to 1.8 millions ആണുള്ളത്. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം, നമ്മളെ വീട്ടിൽ തന്നെ നിങ്ങളെ വീട്ടിൽ ഓരോരുത്തരും ഉണ്ട്. അവർക്ക് നമ്മളെ പേര് ചൊല്ലി നമ്മൾ അവ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യണം? പേര് വിളിച്ചല്ലേ ഐഡന്റിഫൈ ചെയ്യണത്. ഈ 1.7 to 1.8 മില്യൺസ് ഓഫ് ജന്തുക്കളെ സസ്യങ്ങളെ ഭൂമിയിലുണ്ടെങ്കിൽ അവ എങ്ങനെ തിരിച്ചറിയും? നമുക്ക് അവർക്ക് പേരിടണം. ശരിയല്ല, അവർക്ക് പേര് കൊടുത്താൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. അല്ലാതെ മറ്റേ ആ കറുത്ത ആളല്ലേ, ഇവിടുത്തെ ആളല്ലേ, ചുണ്ണമുടിയുള്ള ആളെ, ഉണ്ടക്കണ്ണുള്ള ആളെ എന്നൊക്കെ പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മൾ ഈ പേരുകൾ തന്നെ പലതാണ്. ഇന്ത്യയിലൊരു പേര്, കേരളത്തിലൊരു പേര്, ഇന്ത്യയിൽ തന്നെ ഓരോ സംസ്ഥാനത്തിലും ഓരോ പേരുകളാണ്, ഓരോ ചെടിക്കും ജന്തുക്കളും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതൊരു യുണീക്ക് നെയിമിംഗ് ഉണ്ടാവണം. അതാണ് അടുത്ത ശാസ്ത്രജ്ഞന്മാരുടെ ലക്ഷ്യം. മനസ്സിലായി? അതിനു വേണ്ടിയാണ് നമ്മൾ അടുത്തൊക്കെ പഠിക്കാൻ പോകുന്നതാണ്. നമുക്ക് അടുത്ത പഠിക്കുന്ന 2 സംഘടനയെ കുറിച്ച്, ഒരു ബ്രാഞ്ചിനെ കുറിച്ച് പഠിക്കണം. നമുക്ക് അടുത്ത വായിക്കട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ടാക്സോണമി. നമ്മൾ ഏത് ബ്രാഞ്ചിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്? നെക്സ്റ്റ് ബ്രാഞ്ച് ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടാക്സോണമി. ടാക്സോണമി ഇൻ മലയാളം ഈസ് കാൾഡ് വർഗീകരണ ശാസ്ത്രം. ഒരിക്കലും ഞാൻ മലയാളം അങ്ങനെ ഉപയോഗിക്കണ്ട. നിങ്ങൾ ടാക്സോണമി എന്ന് തന്നെ മലയാളത്തിൽ എഴുതാം, അല്ലെ? ടാക്സോണമി. വാട്ട് ഈസ് ടാക്സോണമി? ടാക്സോണമി മീൻസ് വർഗീകരണ ശാസ്ത്രം. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ടാക്സോണമി ഈസ് ദി പ്രോസസ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇതാണ് ഡെഫിനിഷൻ, പുസ്തകത്തിലെ ഡെഫിനിഷൻ. വാട്ട് ഈസ് ടാക്സോണമി? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് classification or biological classification. What is taxonomy? Taxonomy is the process of classification. What is taxonomy? Kannada padike. Taxonomy is the process of classification. വർഗീകരണം നടത്തുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് വർഗീകരണ ശാസ്ത്രം അഥവാ taxonomy. Taxonomy is the branch of biology which deals with the process of classification. Process of classification is called taxonomy. ആരാണ് ഇതിന്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത്? കാരോളസ് ലിന്നേയ്സ്. ആരാണ്? ഓർ കോൾ ലിന്നേയ്സ്, who lived in 1753. 1750-കളിൽ ജീവിച്ചിരുന്ന കാരോളസ് ലിന്നേയ്സിനെ നമ്മൾ ആരായിട്ട് കൺസിഡർ ചെയ്യുന്നു? ഫാദർ ഓഫ് ടാക്സോണമി.
അല്ലെ ടാക്സോണമിയുടെ പിതാവായി കരുതുന്ന ശാസ്ത്രത്തിന്റെ പേരെന്താണ്? കോൾ ലിനൈസ് ഓർ കരോളസ് ലിനൈസ് എന്നാണ്. ആരാണ്? കോൾ ലിനൈസ് ഓർ കരോളസ് ലിനൈസ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചതാണ് വാട്ട് ഈസ് ലൈഫ് പഠിച്ചു. 2 വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ് 5 പോയിന്റ്. മൂന്നാമത് പഠിച്ചത് ഏതാണ്? മൂന്നാമത്തെ പോയിന്റ് ഏതാണ്? വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി അല്ലെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഏതാണ്? വാട്ട് ഈസ് ടാക്സോണമി? വാട്ട് ഈസ് ടാക്സോണമി? Taxonomy is the process of classification. Taxonomy is the process of classification. Is called എന്തായിരിക്കും? Taxonomy is the ഒരിക്കലും പറയാൻ ചോദിക്കും. Taxonomy is the process of classification. വർഗീകരണം നടത്തുന്ന പ്രക്രിയ, ക്ലാസിഫൈ ചെയ്യുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. ടാക്സോണമി ഈസ് ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ജീവജാലങ്ങളെ വർഗീകരിക്കുന്ന, തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. ടാക്സോണമിയുടെ പിതാവായി കരുതുന്ന ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? കോൾ ലിനൈസ് ഓർ കരോളസ് ലിനൈസ് എന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ടാക്സോണമിയുടെ ഫാദർ കോൾ ലിനൈസ്. ടാക്സോണമിക്ക് പ്രധാന എയിംസ് എന്തെല്ലാം? ടാക്സോണമിയുടെ ലക്ഷ്യങ്ങൾ എന്ത്? പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണ് ടാക്സോണമിക്കുള്ളത്. അതിൽ ഒന്നാമത്തെ ക്ലാസ് എന്താണ്? ഒന്നാമത് പറയുന്നത് 3 aims. ഫസ്റ്റ് വൺ ഈസ് ഏതായിരിക്കും? ഫസ്റ്റ് വൺ ഈസ് ക്യാരക്ടറൈസേഷൻ. ഒന്നാമത് എന്താണ്? ക്യാരക്ടറൈസേഷൻ. ഒന്നാമത്തെ ക്യാരക്ടറൈസേഷൻ. 2 ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയൽ, ഐഡന്റിഫിക്കേഷൻ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്താണ്? പ്രധാന എയിം എന്താണ്? ക്ലാസിഫിക്കേഷൻ. അല്ലെ ക്ലാസിഫിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ അല്ലെ ക്യാരക്ടറൈസേഷൻ, ക്ലാസിഫിക്കേഷൻ അല്ലെ പിന്നെ നോമൻക്ലേച്ചർ അല്ലെ നോമൻക്ലേച്ചർ. ഇതൊക്കെയാണ് ആരുടെ എയിം എന്ന് പറയുന്നത്? ടാക്സോണമിയുടെ എയിം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ക്യാരക്ടറൈസേഷൻ, 2 ഐഡന്റിഫിക്കേഷൻ, 3 നോമൻക്ലേച്ചർ, 4 ക്ലാസിഫിക്കേഷൻ. ദീസ് ആർ ദ എയിംസ്. ടാക്സോണമിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഏതാണ്? നോമൻക്ലേച്ചർ. മലയാളം നാമകരണം. നോമൻക്ലേച്ചർ ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കും, അതുകൊണ്ട് പിന്നെ നാമകരണം. ക്ലാസിഫിക്കേഷൻ മലയാളം വർഗീകരണം അഥവാ തരംതിരിക്കൽ. ഐഡന്റിഫിക്കേഷൻ മലയാളം തിരിച്ചറിയൽ. ക്യാരക്ടറൈസേഷൻ മീൻസ് അതിനെ കുറിച്ചൊരു ക്യാരക്ടറെ കുറിച്ചുള്ള പഠനം. ഇതാണ് ടാക്സോണമിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ കൂടെ റിവൈസ് ചെയ്യുക. വാട്ട് ഈസ് ലൈഫ്? 2 വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്. മൂന്നാമത് പഠിച്ചത് വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി. 4ാമത് പഠിച്ച ടാക്സോണമി. ടാക്സോണമി കുറിച്ച് ഒരിക്കലും പറഞ്ഞുകൊണ്ട് ഇത് നോക്കാം. ടാക്സോണമി ഈസ് ദി branch of biology which deals with the process of biological classification. Process of biological classification is the process of biological classification. Father of taxonomy എന്ന് പറഞ്ഞാരാണ്? കരോളസ് ലിനൈസ് ഓർ കോൾ ലിനൈസ് ആണ്. ടാക്സോണമിക്ക് പ്രധാനമായും 4 എയിംസ് ആണ് ഉള്ളത്. ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതിൽ പ്രധാനപ്പെട്ടതാണ് നോമൻക്ലേച്ചർ മലയാളം നാമകരണം, പേരിടൽ. ക്ലാസിഫിക്കേഷൻ വർഗീകരണം അഥവാ തരംതിരിക്കൽ. ഐഡന്റിഫിക്കേഷൻ തിരിച്ചറിയലും ക്യാരക്ടറൈസേഷനും അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ്. നമുക്ക് പഠിക്കാനുള്ള ഹെഡിങ് നോമൻക്ലേച്ചർ. ഡൗട്ട് ഉണ്ടോ നോക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. എനി ഡൗട്ട്? ടാക്സോണമി അത് വർഗീകരണ ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ് നമ്മൾ പഠിക്കുമ്പോൾ ഡീപ്പായിട്ട്. ടാക്സോണമി മനസ്സിലായില്ല? നിഷിക്ക് മനസ്സിലായില്ലേ? ഒരിക്കലും പറയാണ് ടാക്സോണമി എന്ന് ഏതാണ് പറഞ്ഞാലുള്ളത്? ഏതാണ് പറയുന്നത്? ടാക്സോണമി ഒരിക്കലും പറയണോ? ടാക്സോണമി എന്ന് പറഞ്ഞാൽ മലയാളം വർഗീകരണ ശാസ്ത്രം. ടാക്സോണമി എന്ന് ഒരിക്കലും പറഞ്ഞുതരാം. നമ്മള് ഇതുവരെ പറഞ്ഞ ഒരിക്കലും ഐഡന്റിഫൈ. ടാക്സോണമി എന്ന് പറയുന്ന ഒരു പുതിയ ശാസ്ത്ര ശാഖയാണ് ടാക്സോണമി. ടാക്സോണമി മലയാളത്തിൽ എന്ന് പറയുന്നു വർഗീകരണ ശാസ്ത്രം. ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ്?
ബയോളജി ക്ലാസിഫിക്കേഷൻ എന്താണ്? വർഗീകരണം നടത്തുന്ന പ്രക്രിയ, തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. ഒരു ജീവജാലങ്ങളെ പലതരത്തിൽ ആണ് പെണ്ണ് പഠിക്കുന്ന പല ഡിവൈഡ് ചെയ്ത് ഇങ്ങനെയുള്ള ശാസ്ത്രശാഖ വിളിക്കുന്ന പേര് ടാക്സോണമി. ടാക്സോണമിയുടെ പിതാവ് ആരാണ്? ലിനൈസ്. ഇനി നമ്മൾ പറയുന്ന ടാക്സോണമിക്ക് എത്ര എയിംസ് ഉണ്ട്? 4 എയിംസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട എയിംസ് ഏതൊക്കെയാണ്? ബയോളജി ക്ലാസിഫിക്കേഷൻ അതിന്റെ പ്രധാനപ്പെട്ട എയിം അല്ല, അപ്പൊ ഏതായിരിക്കും? ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കും. പിന്നെ വേറെ എയിം ഉണ്ട് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ മലയാളം നാമകരണം, പേരിടൽ. പിന്നെ ഉള്ളത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. അപ്പൊ നമ്മൾ ഇത്ര പോയിന്റ് ആണ് പറഞ്ഞത്. ആ പോയിന്റ് ഒരിക്കലും പറയുന്നത് വാട്ട് ഈസ് ലൈഫ്. എന്താണ് ലൈഫ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് യുണീക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് expressing itself through chemical reaction which leads to the growth, development, responsiveness, adaptation and reproduction. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. രണ്ടാമത് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഇവിടെ ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഒന്നാമത് വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ് പറഞ്ഞു. ഏതൊക്കെയാണ് ലൈഫ്? വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്? ഗ്രോത്ത്. രണ്ടാമത് പറഞ്ഞതാണ് മെറ്റബോളിസം. ഓക്കെ, റേഞ്ച് കാണാൻ പറ്റുന്ന റേഞ്ച് ഇവിടെ റേഞ്ച് ഫുൾ റേഞ്ച് ആണ്. കാണാൻ പറ്റാത്തത് കുറച്ച് മാറി ഈ റേഞ്ച് പ്രവർത്തിക്കുക. അതൊക്കെയാണ് നമ്മൾ ഏതൊക്കെയാണ്? ഒന്ന് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, ഗ്രോത്ത് വളർച്ച, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം. 3 ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി, കോശ നിർമ്മിത ശരീരം. 5 കോൺഷ്യസ്നസ്, സെൽഫ് കോൺഷ്യസ്നസ്. ഇതാണ് 5 ക്യാരക്ടർ ഉള്ളത്. അതിൽ കോശ നിർമ്മിതമായ ശരീരമില്ലാത്ത ജീവി ഏതാണ്? വൈറസ്. പരീക്ഷയ്ക്ക് 2 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ലൈഫ് എന്താണെന്ന്, വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ് എന്താണെന്ന് പഠിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡൈവേഴ്സിറ്റി is defined as the number and types of living organism present on the earth. ഭൂമിയിലുള്ള മൊത്തം ജീവജാലങ്ങളുടെ എണ്ണത്തിനെയും തരത്തെയും ബയോഡൈവേഴ്സിറ്റി അറിയപ്പെടുന്നു. അവയുടെ എണ്ണം 1.7 to 1.8 മില്യൺസ് ആണ്. അതിനുശേഷം നമ്മൾ അടുത്ത ശാസ്ത്രശാഖയെ കുറിച്ച് പറഞ്ഞു, ടാക്സോണമി. മലയാളം വർഗീകരണ ശാസ്ത്രം. ടാക്സോണമി എന്ന് പറഞ്ഞാൽ തരംതിരിക്കൽ പ്രക്രിയ. ജീവികളെ പല ഗണങ്ങളായി തരംതിരിക്കുന്ന പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ടാക്സോണമി. ടാക്സോണമി ഈസ് ദ ബയോളജിക്കൽ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. വർഗീകരണ ശാസ്ത്രം എന്ന് മലയാളം. ഇതിന്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? കരോളസ് ലിനേസ് ഓർ കോൾ ലിനേസിനെയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ടാക്സോണമിയുടെ ലക്ഷ്യങ്ങൾ. നമുക്കൊരു ലക്ഷ്യമുള്ള ടാക്സോണമിയുടെ എയിംസ് ഉണ്ടായിരിക്കുമല്ലോ. ഏതൊക്കെയാണ്? 1 ക്യാരക്ടറൈസേഷൻ, 2 ഐഡന്റിഫിക്കേഷൻ, 3 ക്ലാസിഫിക്കേഷൻ, 4 നോമൻക്ലേച്ചർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പറയാം, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് നോമൻക്ലേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. 4 വെച്ച് നോക്കാം. നമുക്ക് ഇതിനകത്ത് നോമൻക്ലേച്ചറിനെ കുറിച്ച് പറയുന്നു. എന്താണ് നോമൻക്ലേച്ചർ? ഇത് ആരെയുമാണ്? ടാക്സോണമിയുടെ എയിമാണ് നോമൻക്ലേച്ചർ. ടാക്സോണമിയുടെ എയിമാണ്, ലക്ഷ്യമാണ് നോമൻക്ലേച്ചർ. മലയാളത്തിൽ പറഞ്ഞാൽ പേരിടൽ അഥവാ നാമകരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്ക് ബോധിച്ചതുപോലെ പേരിടാൻ കഴിയും. ജന്തുക്കൾക്ക്, സസ്യങ്ങൾക്ക്. പ്രധാനമായും നോമൻക്ലേച്ചർ നടത്തുന്ന 2 ഇന്റർനാഷണൽ സംഘടന. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. മറ്റേ എക്സാം ബയോഡൈവേഴ്സിറ്റി മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? 1 മാർക്ക് ക്വസ്റ്റ്യൻ. വേറെ ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ICBN-ഉം ICZ. വാട്ട് ഈസ് ലൈഫ്? പരീക്ഷയ്ക്ക് ചോദിക്കൂല. വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്? ചോദിക്കൂല. ടാക്സോണമിക്കലോ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കാം. അടുത്ത ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? What is nomenclature? ചോദിക്കുന്നത് nomenclature is the naming of plants. What is nomenclature? ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും പേര് കൊടുക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് nomenclature. ഇത് ആരുടെ ലക്ഷ്യമാണ്? ടാക്സോണമിയുടെ എയിമാണ് ലക്ഷ്യം. What is nomenclature? Nomenclature is the naming of living organism. What is nomenclature? Nomenclature is the naming of living organism. ജീവജാലങ്ങൾക്ക് പേരിടുന്ന പ്രക്രിയ ഡാഷ് എന്ന് പറയുന്നു. എന്നറിയപ്പെടുന്നു nomenclature. What is nomenclature? Nomenclature is the process of naming of plants and animals based on definitive rules. നമ്മൾ ICBN-ഉം ICZ-നും പ്രസിദ്ധീകരിച്ച നിയമാവലിക്ക് അടിസ്ഥാനമാക്കി നമ്മൾ ആള് ഇരട്ട പേരൊക്കെ ഇടൂലേ? അതൊക്കെ യഥാർത്ഥ പേരാണോ? അല്ല.
ഇവിടെ ചെടികൾക്കും ജന്തുക്കൾക്കും പേരിടുന്നത് ICBNും ICZന്റെയും നിയമങ്ങൾക്ക് അടിസ്ഥാനമാക്കി ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും പേരിടുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് നോമൻക്ലേച്ചർ. അല്ല, ആദ്യം എന്താണ് ICBN? ഫുൾ ഫോം I for ഇന്റർനാഷണൽ, കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. കണ്ടോ, ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ഇതാണ് ICBN. എന്നാൽ ICZന്റെ ഫുൾ ഫോം എന്താണ്? I ഇന്റർനാഷണൽ, അന്താരാഷ്ട്ര. ഇന്റർനാഷണൽ കോഡ് മീൻസ് റൂൾ ഓർ നിയമം. കോഡ് O ഫോർ ഇവിടെ O, സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇത് രണ്ട് സംഘടന. എന്താണ് ICBN? പരീക്ഷ ചോദിക്കും. വാട്ട് ഈസ് ICBN? വാട്ട് ഈസ് ഇറ്റ്സ് എയിം? വാട്ട് ഈസ് ICZ? ഇതിന്റെ ഫുൾ ഫോം എഴുതുക. ഇതിന്റെ എയിം എന്താണെന്ന് എഴുതുക. ഇത് രണ്ട് സംഘടനയും ഏതുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ ഓർത്തോണം? നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തോണം. നോമൻക്ലേച്ചർ ഏത് ശാസ്ത്രശാഖയുടെ ഒരു എയിമാണ്? ടാക്സോണമിയുടെ എയിമാണ്. എന്താണ് നോമൻക്ലേച്ചർ എന്ന് മലയാളത്തിൽ പറഞ്ഞിരുന്നതാണ് നാമകരണം. പേരിട. നിങ്ങൾ ജനിച്ച ഉടനെ നിങ്ങൾക്ക് ഒരു 28 ദിവസം കഴിഞ്ഞ് തട്ടിപ്പോകില്ല എന്നൊരു തോന്നാൻ വീട്ടുകാർ പേരിട്ടു അല്ലെ, സുഗുണൻ, അല്ലെങ്കിൽ ഒരു പേരിട്ട് ഗോമതി എന്നൊക്കെ പേരിട്ടില്ലേ. അതുപോലെ നമ്മൾ ചെടികൾക്കും സസ്യങ്ങൾക്കും പേര് കൊടുക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് നോമൻക്ലേച്ചർ അല്ലെ. ഒരാൾക്ക് പേരിട്ട് ഉത്തമൻ, ശരിക്കും ഉത്തമൻ അല്ലെങ്കിൽ പേരിട്ട് ഉത്തമൻ എന്ന് പറയും പോലെ ഇവിടെ ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും പേര് കൊടുക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് നോമൻക്ലേച്ചർ. ഇതിൽ അറിയപ്പെടുന്നു നോമൻക്ലേച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ചെടികൾക്കും ജന്തുക്കൾക്കും ശാസ്ത്രനാമം. ശാസ്ത്രനാമത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ബയോളജിക്കൽ നെയിം. ഏത് പേരാണ് കൊടുക്കണം? എന്റെ പേരാണോ? ബയോളജിക്കൽ നെയിം ഗുണ്ടസ്വിനി എന്നൊക്കെയാണ് കൊടുക്കണം? അല്ല. അതുപോലെ ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ വിളിക്കുന്ന പേര് സയന്റിഫിക് നെയിം, ശാസ്ത്രനാമം കൊടുക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് എന്താ അറിയപ്പെടുന്നത്? നോമൻക്ലേച്ചർ. വാട്ട് ഈസ് നോമൻക്ലേച്ചർ? Nomenclature is the process of giving biological name or scientific name based on the rules of ICBN and ICZN. ICBNന്റെയും ICZന്റെയും നിയമാവലിക്ക് അടിസ്ഥാനമാക്കി ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ബയോളജിക്കൽ നെയിം, സയന്റിഫിക് നെയിം, ജീവശാസ്ത്ര നെയിം, സയന്റിഫിക് നെയിം, ശാസ്ത്രനാമം കൊടുക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് നോമൻക്ലേച്ചർ. Nomenclature is the process of giving scientific name to plants and animals based on the rules and regulations formulated by ICBN and ICZN. ICBN full form എന്താണ്? I for international, C for code, B for botanical, N for nomenclature. ഇത് ആർക്ക് പേര് കൊടുക്കുന്നു? For plants. സസ്യങ്ങൾക്ക് ശാസ്ത്രനാമം കൊടുക്കുന്ന അന്താരാഷ്ട്ര ഓർഗനൈസേഷനാണ് ICBN. ഓർത്തോണം. ഇത് ICBN എന്നറിയും. ICBN എന്ന ആർക്ക് പേര് കൊടുക്കുന്ന സംഘടനയാണ്? സസ്യങ്ങൾക്ക് ശാസ്ത്രനാമം കൊടുക്കുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ICBN. ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. എന്നാൽ ജന്തുക്കൾക്ക് പേര് കൊടുക്കുന്ന ഇന്റർനാഷണൽ അല്ലെ അനിമൽസിന് പേര് കൊടുക്കുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ പേരാണ് ICZN. I for ഇന്റർനാഷണൽ, C for കോഡ്, ഫോർ അല്ല ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, Z for zoology, N for nomenclature. കണ്ടോ, രണ്ട് ഓർഗനൈസേഷൻ. അപ്പൊ ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും പേര് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ICBNും ICZN. ICBNും ഏതായിരിക്കും? ICZNുമാണ് പേര് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞൊരു നോമൻക്ലേച്ചറിനെ കുറിച്ച് പറയുന്നു. വാട്ട് ഈസ് നോമൻക്ലേച്ചർ? നോമൻക്ലേച്ചർ നോമൻക്ലേച്ചർ മലയാളത്തിൽ പറഞ്ഞാൽ പേരിടൽ അഥവാ നാമകരണം എന്ന് പറഞ്ഞാൽ ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും പേര് കൊടുക്കുന്ന, ശാസ്ത്രനാമം കൊടുക്കുന്ന, സയന്റിഫിക് നെയിം കൊടുക്കുന്ന അല്ലെ സയന്റിഫിക് നെയിം കൊടുക്കുന്ന, ശാസ്ത്രനാമം കൊടുക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് നോമൻക്ലേച്ചർ. മലയാളത്തിൽ പറഞ്ഞ നാമകരണം അഥവാ പേരിടൽ. What is nomenclature? Nomenclature is the process of giving scientific name or biological name. ജന്തുക്കൾക്കാവുമ്പോൾ plants and botanical name, animals-നാവുമ്പോൾ zoological name to animals and plants based on the rules and regulations formulated by ആരായിരിക്കും? ICBN and ICZ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ
നോമൻക്ലേച്ചർ എന്ന മലയാളം പേരുകൾ അഥവാ നാമകരണം. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ശാസ്ത്രനാമം അഥവാ സയന്റിഫിക് നെയിം, ബയോളജിക്കൽ നെയിം, ജീവശാസ്ത്ര നെയിം കൊടുക്കുന്ന പ്രക്രിയയാണ് നോമൻക്ലേച്ചർ. ഇത് ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രത്തിന്റെ ലക്ഷ്യം അഥവാ എയിമാണ്. ഈ രണ്ട് സംഘടന ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ജന്തുക്കൾക്ക് സസ്യങ്ങൾ നോമൻക്ലേച്ചർ നടത്തുന്ന രണ്ട് സംഘടനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ICBN-ഉം ഒന്ന് ICZN-ഉം ആണ്. എന്താണ് ICBN? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. എന്താണ് അവരുടെ ഡ്യൂട്ടി? ഇറ്റ് ഗീവ്സ് സയന്റിഫിക് നെയിം ടു പ്ലാന്റ്സ്. അടുത്ത, വാട്ട് ഈസ് ICZN? ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ വിച്ച് ഗീവ്സ് സയന്റിഫിക് നെയിം ടു ആനിമൽസ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് ഇതുവരെ പഠിച്ചു നിർത്തുന്നു, ഒരു ചെറിയ ടോപ്പിക് വരെ നിർത്തുന്നു. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും പറയുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സമ്മർ ക്ലാസ് 5 minutes. നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്നാമത് +1 ബയോളജിയുടെ ആദ്യ അധ്യായമായ ദ ലിവിംഗ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ സുവോളജി ആണ്. ഇതിനകത്ത് ആദ്യം ഈ ചാപ്റ്റർ തുടങ്ങുന്നത് വാട്ട് ഈസ് ലൈഫ്. ലൈഫ് ഒന്നല്ല എന്ത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. നമ്മൾ ലൈഫിന്റെ ഡെഫിനിഷൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കൂല. അതിന് ഡീപ്പായിട്ട് പറയുന്നു വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് ലൈഫ്. ജീവന്റെ ലക്ഷണങ്ങളെയോ ജീവന്റെ പ്രത്യേകതകളെയോ, ജീവനുള്ളവ ജീവനില്ലാത്തവ എങ്ങനെ തിരിച്ചറിയുന്നു? 1 ഗ്രോത്ത്, 2 റീപ്രൊഡക്ഷൻ, 3 മെറ്റബോളിസം, 4 സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി, 5 സെൽഫ് കോൺഷ്യസ്നസ്, സെൽഫ് റെപ്ലിക്കേഷൻ. ഇങ്ങനെ കുറെ ഉണ്ട്, അല്ല 5 എണ്ണം പഠിക്കുക. ഇതിനകത്ത് അടുത്ത പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എല്ലാ ജീവജാലങ്ങളുടെയും ബോഡി കോശ നിർമ്മിതം അഥവാ സെല്ലുലാർ ഓർഗനൈസേഷൻ ആണ്. സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ലാത്ത ഒരേ ജീവി ഡാഷ് ആണ്. ആൻസർ നിങ്ങൾക്കറിയാം, വൈറസ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു, വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി. ജൈവ വൈവിധ്യം എന്നാൽ എന്ത്? ബയോഡൈവേഴ്സിറ്റി is defined as the number and types of living organism present on the earth. ഭൂമിയിലുള്ള മൊത്തം ജീവജാലങ്ങളുടെ എണ്ണത്തിനെയും അവയുടെ വൈവിധ്യത്തെയും ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി കണ്ടെത്തിയത് നെറ്റിൽ ഉപയോഗിച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തുക. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചത് ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്ന ഒരു ബയോളജിയുടെ ഒരു ശാസ്ത്ര ബ്രാഞ്ചാണ്, സയൻസിന്റെ ബ്രാഞ്ചാണ്. ടാക്സോണമി ഈസ് കൺസേൺഡ് വിത്ത് Taxonomy is the process of classification. Book letter sentence ആണ്. Taxonomy is the process of classification. വർഗീകരണ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. ടാക്സോണമിയുടെ പിതാവ് എന്ന് പറയുന്ന കാൾ ലിനേസ് ഓർ കരോളസ് ലിനേസ് ആണ്. ഈ ടാക്സോണമിയുടെ 4 ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചു. ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്? നോമൻക്ലേച്ചറും ക്ലാസിഫിക്കേഷനും. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നോമൻക്ലേച്ചറിനെ കുറിച്ചാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പേരിടൽ കർമ്മം അഥവാ നാമകരണ പ്രക്രിയ. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും സയന്റിഫിക് നെയിം അഥവാ ബയോളജിക്കൽ നെയിം കൊടുക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് നോമൻക്ലേച്ചർ. ആ നാമകരണ പ്രക്രിയ നടത്തുന്നത് ചില നിയമങ്ങളുടെ അടിസ്ഥാനമാക്കി. ആരിറക്കിയ നിയമം? കേരള ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് ആണോ? അല്ല, ICBN-ഉം ICZN-ഉം. എന്താണ് ICBN? ഫുൾ ഫോം ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറിന്റെ ലക്ഷ്യം എന്താണ്? ഇറ്റ് ഗീവ് സയന്റിഫിക് നെയിം ടു പ്ലാന്റ്സ്. സസ്യങ്ങൾക്ക് പേരിടും. ICZN എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അതിന്റെ ലക്ഷ്യം എന്താണ്? ഗീവ് സയന്റിഫിക് നെയിം ടു ആനിമൽസ്. ഗീവ് സയന്റിഫിക് നെയിം ടു ആനിമൽസ്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് പേരുടെ കർമ്മത്തിലേക്ക് കടന്നതിന് ശേഷം നമ്മൾ പറഞ്ഞു, നമുക്ക് ചെടിയൊക്കെ പേരിട്ടു. ആൾക്കാർ പല രീതിയിലുള്ള പേരിട്ടു, അല്ലെ? വളരെ നീളമുള്ള പേരൊക്കെ ഇട്ടു തുടങ്ങി. അതുകൊണ്ട് നമ്മൾ ആ പേരുകൾ ഒന്നും ഓക്കെ ആരൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, നമ്മൾ നോക്കിയാൽ നമ്മൾ സയന്റിഫിക് നെയിം സയന്റിഫിക് നെയിം നമ്മളിങ്ങനെ പേരിടാൻ തുടങ്ങി. കേരളത്തിലേക്ക് ആൾക്കാർ പല രീതിയിൽ ചെടിയൊക്കെ പേരിട്ടു, പല പേരുകൾ, അനേകം പേരുകളൊക്കെ ഇട്ടു. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന നെയിമാണ് നമുക്ക് പഠിക്കാനുള്ള. അടുത്ത ക്ലാസ്സിൽ പഠിക്കും ബൈനോമിയൽ നോമൻക്ലേച്ചർ. അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്ന ഏതാണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഏതാണ് പഠിക്കും? ബൈനോമിയൽ നോമൻക്ലേച്ചർ മുതൽ പഠിക്കും, അല്ലെ? മലയാളം നാമനിർദ്ദേശ പദ്ധതി. നാമനിർദ്ദേശ പദ്ധതി. ചെടികൾക്കും സസ്യങ്ങൾക്കും 2 പദങ്ങളുള്ള
സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങളെ വരാം. ഒന്ന് ജീനസ് നെയിമും സ്പീഷ്യസ് നെയിം മാത്രം ഉൾക്കൊള്ളുന്ന നെയിമുകളെ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. നമ്മൾ നോമൻക്ലേച്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും.